വിജയ് സേതുപതി, മഞ്ജു വാര്യർ, സൂര്യ അഭിനയിച്ചിട്ടുള്ള വെട്രിമാരന്റെ വിടുതലൈ പാർട്ട് 2 എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വനിത എന്ന സ്ക്രീൻ 1 വന്നതാണ് കേട്ടോ. ഇതാണപ്പോൾ അവിടെ പ്രൊജക്ടറിന്റെ സൈഡിൽ ഇരിക്കുന്ന 3D ഒപ്റ്റിക്കൽ മോഡുലേറ്റർ. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോയും 3D ഗ്ലാസ് എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മറക്കാതെ കണ്ടുനോക്കുക, വളരെ ഉപകാരപ്രദമാണ്. വിടുതലൈ പാർട്ട് 2. വിടുതലൈ പാർട്ട് 1 എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. പക്ഷേ ഐ വുഡൻ സേ വെട്രിമാരൻ എന്നുള്ള ഡയറക്ടറിൻ്റെ ബെസ്റ്റാണെന്ന്. എൻ്റെ ഫേവററ്റ് വെട്രിമാരൻ സിനിമ ഏതാണെന്ന് വെച്ചാൽ വിസാരണയാണ്, വട ചെന്നൈ, അസുരൻ, പൊല്ലാതവൻ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് പുള്ളിയുടെ ഇഷ്ടം. ആടുകളം, ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ധനുഷും വെട്രിമാരൻ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിടുതലൈ പാർട്ട് 2 കേസ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, വിടുതലൈ പാർട്ട് 1 ഞാൻ മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. സൂരി എന്നുള്ള കോമഡി നടനിൽ ഇങ്ങനൊരു കഴിവുണ്ടെന്ന് വെട്രിമാരൻ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു റോള് ചെയ്യിപ്പിച്ചതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ. പിന്നെ ആ ലാസ്റ്റ് വിജയ് സേതുപതിയുടെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് 7 എന്നുള്ള സിനിമ പോലെ തോന്നി. അതായത് അത്രയും നേരം കാണാത്തൊരു നടനെ പെട്ടെന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അതൊക്കെയായിരുന്നു എനിക്ക് വിടുതലൈ പാർട്ട് 1 തോന്നിയത്. പിന്നെ പോലീസ് ക്യാമ്പിൽ നടക്കുന്ന അതിക്രമങ്ങളും ജാതി വിവേചനവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് കിടിലായിരുന്നു വിടുതലൈ പാർട്ട് 1. 2 വരുമ്പോൾ ഉണ്ടല്ലോ, ഇതെൻ്റെ തികച്ചും പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. കട്ട ബോറിംഗ് ആയിരുന്നു എനിക്ക് ഈ സിനിമ. ബോറടിച്ച് എഴഞ്ഞ് പോകുന്ന ഒരു ടൈപ്പ് പടം. എനിക്ക് ഈ സിനിമ തീരെ ദഹിച്ചില്ല. സൂര്യയുള്ള പോർഷൻ മാത്രമാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെട്ടത്, അതും ടുവേർഡ്സ് ദി ലാസ്റ്റ്. അതുവരെ വിജയ് സേതുപതിയും കുറേ സംസാരവും പൊളിറ്റിക്സും, അല്ലെങ്കിൽ തന്നെ എനിക്കിങ്ങനെ പൊളിറ്റിക്സ് പടങ്ങൾ വലിയ ഇഷ്ടമല്ല. അത് അത്രത്തോളം ഇമ്പ്രസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ ഈ വെട്രിമാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര റെപ്പറ്റേറ്റീവ് പോലെയായി. ഇപ്പോൾ എപ്പോഴും ഇതൊക്കെ തന്നെ, വേറെ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും വരുന്നില്ല. എപ്പോഴും ഇത് തന്നെ, ഈ അന്യായവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഇത് എത്രയെന്ന് വെച്ചാൽ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ വേറൊരു ടൈപ്പ് സബ്ജക്റ്റ് പുള്ളി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നില്ല. എപ്പോൾ സിനിമ എടുത്താലും ഇതൊക്കെ തന്നെ. ഈ ഇങ്ങനത്തെ സാധനം കണ്ട് മടുത്ത് പുള്ളിന്ന്. എനിക്ക് പുള്ളി വേറെ ഏതെങ്കിലും ജോണറൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഇപ്പോൾ ആഗ്രഹം വന്നു തുടങ്ങി. അതായത് വല്ല ഹൊറർ സിനിമയോ വേറെ എന്തെങ്കിലുമൊക്കെ പുള്ളിയുടേതായ രീതിയിൽ. ഇപ്പോൾ കാർത്തിക് സുബ്രാജ് എന്നുള്ള ഡയറക്ടർ, എനിക്ക് അതാണ് ഇഷ്ടം. പുള്ളി എല്ലാ തരം സിനിമ പിടിക്കുകയും ചെയ്യും, എല്ലാ തരം ജോണർ കൈകാര്യം ചെയ്യും. അതിൽ പുള്ളിയുടെ പൊളിറ്റിക്സ് പുള്ളി പറയും. ഇപ്പോൾ ഈ കൊല്ലം തന്നെ ഇതേപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് മാരി സെൽവരാജ്. വാഴയെ കണ്ട് എന്ത് എഫക്റ്റായിരുന്നു അറിയാമോ. വെട്രിമാരൻ എനിക്ക് തോന്നുന്നത്, ഈ എൻ്റെ ഒരു ഓണസ്റ്റ് അഭിപ്രായം പറയുകയാണെങ്കിൽ വിടുതലൈ പാർട്ട് 1 and 2 കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഒറ്റൊരു സിനിമയായിട്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഭയങ്കര ഓവർ സ്ട്രെച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതിൽ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞ സാധനം പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ഒരു വകയെ ഈ സിനിമ പാർട്ട് 2 എനിക്ക് തോന്നിയുള്ളൂ. തുടക്കം തന്നെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നത് ഒരു ഷോർട്ട് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ. അതിനുള്ള വക ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇത് ഈ ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയായിട്ടൊക്കെ എടുക്കാനൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീലായില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ വിപരീതമായിട്ടൊക്കെ തോന്നിയെന്ന് വരാം. പെർഫോമൻസ് വൈസ് വിജയ് സേതുപതി വേറെ ലെവലായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളി എപ്പോഴും അഭിനയിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഇക്കൊല്ലം വിജയ് സേതുപതിയുടെ വേറെ ലെവലൊരു സിനിമ എൻ്റെ അഭിപ്രായത്തിൽ മഹാരാജയാണ്. ഇതിന് മുന്നേ പുള്ളി എന്തൊക്കെ സൂതുകവുമൊക്കെ വേറെ ലെവലിലൊക്കെ അഭിനയിച്ച പാടാക്കെയാണ്. അങ്ങനെ വിജയ് സേതുപതി പറയാൻ പോയാൽ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, വിക്രം വേദ ഉൾപ്പെടെയൊക്കെ. ഇതിനകത്ത് പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും പുതിയതായിട്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ കോസ്റ്റ്യൂംസ്, കപ്പട വിഗും കുറേ എനിക്ക് തീരെ ദഹിച്ചില്ല. മഞ്ജു വാര്യറിൻ്റെ റോള് അത് ആർക്കും അഭിനയിക്കുന്ന റോളാണ്. മഞ്ജു വാര്യർ ആയതുകൊണ്ട് അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു മുടി ബോബ് ചെയ്ത് വരുന്ന ലുക്കൊക്കെ ഉണ്ട്. അതൊക്കെ വിഗാണെന്നുള്ള ഒരു ചെറിയ കൊച്ചിന് വരെ മനസ്സിലാവും. ഭയങ്കര ശോകമായിരുന്നു മേക്കപ്പൊക്കെ. എനിക്ക് തീരെ ദഹിച്ചില്ല. പിന്നെ ഡി-ഏജിങ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പലയിടത്തും. എന്തോ എനിക്ക് വല്ലായ്മയാണ് ഫീൽ ചെയ്തത്. ഞാൻ തുറന്നു പറയണേ, എനിക്ക് ഈ സിനിമ ഒരു രീതിയിലും ദഹിച്ചില്ല. എന്നെ സംബന്ധിച്ചത് ഒരു ബോറിങ് സ്ലംബർ ഫെസ്റ്റ് പോലത്തെ ഒരു പടമായിരുന്നു. ഒന്ന് തീരണമില്ല. വെട്രിമാരനുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. കാണാൻ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. കണ്ണൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇതായി പോകണ്ട, എന്നാലും പിടിച്ച് നിൽക്കുന്നുള്ള ഈർക്കിൽ വെച്ച് മറ്റേ മീശമാധവനിൽ ജഗദീഷ് കുമാർ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു എൻ്റെ. ഒന്ന് തീരടെ മതി.
അവസാനമൊക്കെ ഇപ്പം ഞാൻ ഒന്ന് ചാവ് അല്ലെങ്കിൽ ഒന്ന് കൊല്ല് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് മടുപ്പായിപ്പോയി. ഒന്നാമത് രാത്രിത്തെ ഷോയും കൂടിയാണ്, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ തീർന്ന്. സെക്കൻഡ് ഷോ പടം സ്ലാഗടിക്കണ പടമാണെങ്കിൽ പിന്നെ പറയണ്ട. എന്നാൽ ഞാൻ നേരത്തെ ഉറങ്ങണ ആളൊന്നുമല്ല, ഞാൻ ഒരുപാട് വൈകി കിടക്കുന്ന ആളാണ്. ഭൂരിഭാഗം എൻ്റെ ഒരു ലൈഫിൽ സിനിമ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന രാത്രിയാണ്. ഫസ്റ്റ് ഷോ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഷോസ് അല്ലെങ്കിൽ നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ വീട്ടിൽ കാണുന്നത്. കാരണം ആ സമയത്ത് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല, ഹെഡ്ഫോണൊക്കെ വെച്ച് മുഴുകിയിരുന്ന് കാണാൻ പറ്റും. ഇത് തിയേറ്ററിൽ ഇത്ര സൗണ്ടിൽ, അതും സ്ക്രീൻ 1 വനിതയിൽ, എന്നിട്ട് ഉറക്കം വഞ്ഞോക്കി ഈ സിനിമയുടെ എൻ്റെ ഒരു സമീപനം ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കെന്തായിരിക്കും ഈ സിനിമയെ പറ്റി ഫീൽ ചെയ്തിരിക്കുന്നത്? എനിക്ക് അത്ര ഉറക്കം തൂങ്ങി പിടിച്ചിരുന്ന് ഞാൻ കണ്ട് മുഴുവിപ്പിക്കണമെങ്കിൽ എനിക്ക് അത്രയും ശോകം സ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ലോ പടങ്ങൾ ഞാൻ അങ്ങനെ വിരോധിയൊന്നുമല്ല, എന്തോരം സ്ലോ പടങ്ങൾ ഞാൻ ഇപ്പോൾ വാഴ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ലോ പേസ് ആവശ്യമുള്ള തരത്തിലുള്ളൊരു സിനിമയാണ്. എന്നിട്ടും ഇത് വെട്രിമാരൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് ഞാൻ ബ്ലൈൻഡ് ഫാനൊന്നുമല്ല. എനിക്ക് വെറുതെ ഇങ്ങനത്തെ പടം കണ്ടിട്ട് പുള്ളിയെ പൊക്കിയടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. 1 നല്ലതായിരുന്നു, പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഐ എം സോ സോറി സർ. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്, നിങ്ങളുടെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഏറ്റവും വീക്കസ്റ്റ് മൂവി ഓഫ് വെട്രിമാരൻ ഇതാണ്. കാരണം ബാക്കി പടങ്ങളൊക്കെ എനിക്ക് പ്രത്യേക ഹൈ തന്നിട്ടുണ്ട്, പ്രത്യേക ഫീൽ തന്നിട്ടുണ്ട്. വിസാരണ ഒരു രക്ഷയില്ലാത്ത പടം, അമ്മാതിരി ലെവലിൽ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് പോയ സിനിമയാണ്, അതും പോലീസുകാരെ പറ്റി തന്നെ. ഇത് എനിക്ക് ഈ റെപ്പറ്റീഷൻ പോലെ ഇപ്പോൾ തോന്നുന്നത്. ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്തെങ്കിലും ആണോന്നും എനിക്കറിയില്ല. കാരണം ഞാൻ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിച്ചപ്പോൾ ടൈറ്റിൽ കാർഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ സംഭവങ്ങൾ എഴുതി കാണിച്ചാൽ ഞാൻ കണ്ടത് ഇത് ബേസ്ഡ് ഓൺ ഷോർട്ട് സ്റ്റോറി ബൈ ഏതൊരു എഴുത്താരെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് തന്നെ ഇതൊരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ളതേ ഉള്ളൂ, ഒരു ഷോർട്ട് സ്റ്റോറിക്കുള്ള വകയുള്ള, അല്ലാതെ വലിച്ച് നീട്ടി ഇത്രയും ബഡ്ജറ്റൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് ഫീലായില്ല. എനിക്ക് ആകെ ഇച്ചിരി ഹൈ തന്നത് ലാസ്റ്റ് 5 മിനിറ്റ്, ഒരു 8 തൊട്ട് 5 മിനിറ്റ് സൂര്യയുടെ ഒരു സാധനമുണ്ട്, അത് പൊളിയായിരുന്നു. ഈ സിനിമയുടെ താരം സൂര്യ തന്നെയാണ്, കഴിഞ്ഞ സിനിമയുടെ താരം സൂര്യ തന്നെയാണ്. വിജയ് സേതുപതി എല്ലാവരും ഉണ്ടായിട്ടും മഞ്ജു വാര്യരൊക്കെ ഉണ്ടായിട്ടും സൂര്യ പെർഫോം ചെയ്യുന്നത് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സൂര്യയുടെ ആ ക്യാരക്ടർ അത്രയും വെൽ റിട്ടേൺ ആണ്. പക്ഷേ ഈ സിനിമയിൽ സൂര്യ ഒരു ഗസ്റ്റ് റോള് പോലെയാണ്. ഇതിനകത്ത് മൊത്തം വിജയ് സേതുപതി ആൻഡ് മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യറിനും ഒരുപാട് റോളൊന്നുമില്ല, പക്ഷേ ഞാൻ പറയേ ദിസ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇങ്ങനത്തെ ഒരു സീക്വലിന് ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഇത് മറ്റേ സിനിമയിലേക്ക് ഒരു 15 മിനിറ്റും കൂടി ചേർത്ത് തീർക്കാവുന്ന പരിപാടി ഉണ്ടായിരുന്നതാണ് എനിക്ക് ഫീൽ ആയേട്ടാ. ഇന്നത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ അതായത് ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഡായിട്ടാണ് ഫീൽ ചെയ്തേക്കണത്. ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ ഒരു ആളാണ്, ഇയാൾ അങ്ങനെ വലിയ കൊടൂര കുറ്റവാളിയൊന്നും അല്ല, ഇയാൾ കുറച്ച് നല്ലവനായിട്ടുള്ള ആളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് എഴുതി വെച്ചേക്കുന്ന പോലെയും എക്സിക്യൂട്ട് ചെയ്ത പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. എനിക്ക് ദഹിച്ചില്ലടേ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് പടം ദഹിച്ചില്ല, ഞാനത് സത്യാവസ്ഥയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ശരി, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത് ഞാനിവിടെ തുറന്നു പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായേക്കാം, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക. എൻ്റെ അവസ്ഥ ഈ പടത്തിലെ അവസ്ഥ പോലെയായിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിയില്ല എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഇങ്ങനെയാണ് പടം കണ്ടുകൊണ്ടിരുന്നത്, തീരണല്ലേ ആ സീനിൽ. ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് മൂവി. പിന്നെ കുറേ ഇനിയിപ്പോൾ ഈ സിനിമ OTTയിലേക്ക് വന്ന കുറേമാർ വന്നിട്ട് എന്നെ തെറി പറയുകയൊക്കെ, എടേ OTT കാണുന്ന വേ, തിയേറ്ററിൽ കാണുന്ന റേ, ഇത്രേ ഉള്ളൂ. എനിക്ക് ഉപ്പിയുടെ UI എന്ന് പറഞ്ഞ സിനിമ കാണണമെന്നുള്ളതായിരുന്നു ഇന്നലത്തെ ആഗ്രഹം. പക്ഷേ ഞാൻ മാത്രം ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ചെന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഷോ നടന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് അത് കാണാൻ പറ്റാത്തതിൽ ലാസ്റ്റ് മിനിറ്റ് ഞാൻ വണ്ടി ഓടിപ്പടച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതിൽ ചെന്നാണ് ഈ സിനിമ കണ്ടത്. സമയത്തിനൊക്കെ തന്നെ ചെന്നു, പക്ഷേ ഈ പടം ഇങ്ങനെയായി. ഇനി മുഫാസ IMAX കാണാണ്ട് PXL കാണാണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. അതോടെ ഈ ആഴ്ചത്തെ എൻ്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ഓൾറെഡി 3 പടം കണ്ടു കഴിഞ്ഞു. 3 അല്ല 4 പടം. റൈഫിൾ ക്ലബ്, മാർക്കോ, ED, വിടുതലേ പാർട്ട് 2 ഇത്രയും കണ്ടു. 2 പടം കൂടി കാണാൻ ബാക്കിയുണ്ട്, കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമകളെല്ലാവരും കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സിനി പോളിസുകാർ ആദ്യത്തെ ദിവസം 700 രൂപയാണ് മുഫാസയ്ക്ക് ടിക്കറ്റ് പ്രൈസ് ഇട്ടേച്ചത്. ഞാനത് എടുത്തു പറഞ്ഞു, എനിക്കത് നല്ലൊരു പ്രൈസിങ് ആയിട്ട് ഫീൽ ചെയ്ത്, ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അവർ കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത ദിവസം തന്നെ അവർ 380 രൂപയ്ക്ക്. എന്നിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും 500 രൂപയ്ക്ക്. നാളെ വീണ്ടും 380 രൂപ. അത് നാളെ കൊണ്ടുപോയി വീണ്ടും 500 രൂപ ആക്കുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ബുക്കിംഗ് ഉണ്ട്. ഇന്നൊക്കെ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളാണ് ഷോസ്. ഇന്നലെ
എന്തോ കുറച്ച് സീറ്റുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 700 രൂപയായിട്ട് കൂടി നല്ല ആൾ കയറുന്നുണ്ട്. അത് സിനിമ ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ആരാധകരുടെ വരവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും കുറേമാരുണ്ട് പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇരുന്ന് തള്ളാണ്, ഇവിടെ ആളില്ല എവിടാ. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീയൊന്നും ഇവിടെ വന്നിട്ട് തള്ളിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, നല്ല പ്രൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അല്ലാതെ നിങ്ങൾ മറ്റേ പ്രൂഫില്ലാതെ കിടന്നിട്ട് തള്ളുന്ന പോലെയൊന്നും അല്ല നമ്മളിവിടെ ഉള്ള കാര്യം പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, ബൈ.